പേടിയും ജീവിതവും. നാം ജീവിതത്തിൽ പേടിക്കുന്ന ചില കാര്യങ്ങൾ വെറുതെയാണ്. അവ നമ്മെ മുന്നോട്ട് പോകുവാൻ അനുവദിക്കുകയില്ല. ഈ പ്രശ്നങ്ങളെ നാം ധൈര്യത്തോടും ആത്മവിശ്വാസത്തോടും കൂടി നേരിടുമ്പോൾ മാത്രമാണ് നമുക്ക് ജീവിതത്തിൽ വിജയിക്കുവാൻ കഴിയുക. ഒരു ചെറിയ കഥ ഞാൻ പറഞ്ഞു തരാം. ഒരിക്കൽ കൂരാക്കൂരിരുട്ടിൽ ആരുമില്ലാതെ പരിചയമില്ലാത്ത ഒരു വഴിയിലൂടെ ഒരു വ്യക്തി നടന്നു പോവുകയായിരുന്നു. പേടി കാരണം അദ്ദേഹം ഒറ്റയ്ക്ക് സംസാരിക്കുവാനും പാട്ട് പാടുവാനും തുടങ്ങി. പെട്ടെന്ന് ആ വ്യക്തി ഒരു കുഴിയിലേക്ക് പതിച്ചു. ആ കുഴിയിൽ വീഴുന്നതിന് മുൻപ് ആ വ്യക്തി ഒരു മരത്തിന്റെ കൊമ്പിൽ പിടിച്ച് തൂങ്ങി നിൽക്കുവാൻ തുടങ്ങി. അദ്ദേഹം പേടിച്ചു വിറച്ചു. പിടിവിട്ടാൽ അഗാധമായ ഗർത്തത്തിൽ ചെന്ന് പതിക്കും, അദ്ദേഹം മരിക്കും. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന ചിന്ത. അങ്ങനെ കുറെ നേരം അദ്ദേഹം അങ്ങനെ പിടിച്ചു നിന്നു. അദ്ദേഹത്തിന്റെ കൈകളെല്ലാം കുഴഞ്ഞു, അദ്ദേഹത്തിന്റെ കൈകൾ മരവിച്ചു. അവസാനം ആ മരവിച്ച കൈകൾ കൊണ്ട് അദ്ദേഹം പിടിവിട്ടു. അങ്ങനെ താഴേക്ക് പതിച്ചു. പക്ഷേ താഴേക്ക് പതിച്ചപ്പോൾ അദ്ദേഹം പൊട്ടിച്ചിരിക്കുവാൻ തുടങ്ങി. എന്താണ് കാരണമെന്ന് നിങ്ങൾക്കറിയുമോ? താഴേക്ക് പതിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് തന്റെ കാലുകൾ നിലത്ത് തട്ടുവാൻ വെറും ഒരടി മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അത്രയും നേരം താൻ മരിക്കുമെന്ന് വിചാരിച്ച് പിടിച്ചു നിന്നത് വെറുതെയായിരുന്നു. ഇതിൽ നിന്ന് നമുക്ക് എന്തു മനസ്സിലാക്കാം? നാം പേടിക്കുന്ന ചില കാര്യങ്ങൾ വെറുതെയാണ്. നാം ആ കാര്യങ്ങളെ നേരിടുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ നാം അതിൽ പേടിച്ചത് വെറുതെയാണ്, അത് ചെറിയ ഒരു കാര്യമാണ് എന്നും. നമ്മുടെ ജീവിതത്തിലുള്ള ഭയം മാറണമെന്നുണ്ടെങ്കിൽ നാം ആ പ്രശ്നങ്ങളെ ധൈര്യത്തോടുകൂടി നേരിടണം. അല്ലാതെ ആ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ നാം തോറ്റ് പേടിച്ച് പിന്മാറുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വിജയിക്കുവാൻ ആ ഭയം നമ്മെ അനുവദിക്കുകയില്ല. ദ ഗ്രേറ്റസ്റ്റ് ഫിയർ ഇസ് ഫിയർ ഇറ്റ് സെൽഫ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു.